Hello everyone, welcome to today's biology class. Today we are starting our second unit, cell clusters. Before going to the second lesson, let us recollect what we have learned in the first unit. We learned about different types of cells, plant cell and animal cell, their structure, cell organelles, milestones in the history of cell biology, etc. Today we are dealing with the second unit, cell clusters. Cluster means group. Cell ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. സെൽ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ടിഷ്യൂസ്. And in this lesson we have to study different type of animal and plant tissues. So let us begin. Are you ready? Let us begin our second unit, cell clusters. Clusters meaning group. Cell groups എന്നാണ് പാഠത്തിന്റെ പേര്. Cell clusters meaning cell group or group of cells. All organs are made up of cells, but how different are the eyes, nose and tongue? This is a doubt raised by a boy named ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടന്റെ ഡൗട്ട് ആണിത്. എന്താണ്? ഓൾ ഓർഗൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബട്ട് ദേ ആർ ഡിഫറെന്റ് ഇൻ ദെയർ അപ്പിയറൻസ്. ഐസ്, നോസ്, ടങ് ഇതെല്ലാം ഡിഫറെന്റ് ആണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഡു യു അഗ്രി വിത്ത് ഹിം? നിങ്ങൾ ഈ ഉണ്ണിക്കുട്ടന്റെ സംശയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്. നമുക്കും ഇത്തരം സംശയം തന്നെ തോന്നാവുന്നതാണ്. ഉണ്ണിക്കുട്ടന്റെ ഡൗട്ട് വളരെ ജെന്യുവിൻ ആണ്. എല്ലാ ഓർഗൻസും സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, പക്ഷേ ദേ ലുക്ക് ഡിഫറെന്റ്. വൈ ഡു ദീസ് ഓർഗൻസ് ഡിഫർ? എന്തുകൊണ്ടാണ് ഈ ഓർഗൻസിന് ഈ വ്യത്യാസം വരുന്നത്? എന്തായിരിക്കും അതിന് കാരണം? നമുക്കൊന്ന് നോക്കാം. ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ഈ ഹ്യൂമൻ ബോഡിയുടെ എല്ലാ പാർട്ടിലും ഒരേ സെൽസ് ആണോ കാണുന്നത്? There are different type of cells: blood cell, nerve cell, bone cell, muscle cell. Each part of human body is made up of cells, but they are made of different type of cells. അപ്പം ബോഡിയുടെ പാർട്സ് എല്ലാം സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അത് ഫോം ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് സെൽസ് കൊണ്ടാണ്. ദീസ് ഡിഫറെന്റ് ടൈപ്പ് സെൽസ് പെർഫോം ഡിഫറെന്റ് ഫംഗ്ഷൻ. പല സെൽസും പല ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പം ഓരോ ഓർഗൻസും നിർമ്മിച്ചിരിക്കുന്നതും പലതരം സെൽസ് കൊണ്ടാണ്. സോ ദേ ഡിഫർ ഇൻ ദെയർ അപ്പിയറൻസ് ആൻഡ് ആസ് ദേ ഹാവ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ടു പെർഫോം, ദേ ഹാവ് ഡിഫറെന്റ് സ്ട്രക്ചർ. ഈച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൻസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. പലതരം സെൽസ് കൊണ്ടാണ് ഹ്യൂമൻ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഈ ഓരോ പാർട്ട് നിർമ്മിച്ചിരിക്കുന്നത് മില്യൻസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് കൊണ്ടാണ്. ദർ ആർ അബൌട്ട് 200 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ലൈക്ക് നെർവ് സെൽ, ബ്ലഡ് സെൽ, ബോൺ സെൽ, മസിൽ സെൽ എക്സെട്ര ഇൻ ഹ്യൂമൻ ബോഡി. വാട്ട് എ വണ്ടർ അവർ ബോഡി ഈസ്. ഹൗ ഡു മില്യൻസ് ഓഫ് സച്ച് സെൽസ് ഫംഗ്ഷൻ ഇഫക്റ്റീവ്ലി വിത്തൌട്ട് ഗെറ്റിംഗ് മെസ്ഡ് അപ്പ്? നമ്മുടെ ബോഡി ശരിക്കും ഒരു വണ്ടറാണ്, ഒരു അത്ഭുതമാണ്. Human body is indeed a wonder. How these millions of cells function effectively without getting messed up? യാതൊരു ഡിസോർഡറും ഇല്ലാതെ ഈ ലക്ഷക്കണക്കിന് സെൽസ് എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് അവരുടെ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്? ഈ ലക്ഷക്കണക്കിന് സെൽസ് വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് റെഗുലേറ്റഡ് വേയിലാണ് ആക്ട് ചെയ്യുന്നത്. The well-being of human body depend on the systematic and regulated action of the cells. The cells work not separately. ഈ ലക്ഷക്കണക്കിന് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് സെപ്പറേറ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. സിമിലർ സെൽസ് ഫംഗ്ഷൻ ടുഗദർ ഇൻ ഗ്രൂപ്പ്സ്. ഒരേപോലെയുള്ള സെൽസ് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഒരേപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറയുന്ന പേരാണ് ടിഷ്യൂസ് എന്ന്. The cluster of similar cells that function together in group are called tissues.
So what are tissues? Tissues are group of similar cells. They have a common origin and perform specific functions. Tissues are group of similar cells that have a common origin and perform specific functions. അതായത് ഒരു ഗ്രൂപ്പ് സിമിലർ സെൽസ് ആണ്, ഒരേപോലെയുള്ള സെൽസ് ആണ്. ദേ ഹാവ് കോമൺ ഒറിജിൻ ആൻഡ് ദേ പെർഫോം എ കോമൺ ഫങ്ഷൻ. അങ്ങനെ ഒരു പ്രത്യേക ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന കോമൺ ഒറിജിനുള്ള ഒരു ഗ്രൂപ്പ് സിമിലർ സെൽസിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. There are different kinds of tissues in multicellular organisms like plants and animals. Multicellular organismസിലെല്ലാം ധാരാളം ടിഷ്യൂസ് ഉണ്ട് ഇതേപോലെ. And the coordinated action of these tissues help in performing different physiological functions effectively. ഈ ടിഷ്യൂസിൻ്റെ എല്ലാം കോർഡിനേറ്റഡ് ആക്ഷൻ കൊണ്ടാണ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിലെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എല്ലാം വളരെ ഇഫക്റ്റീവായിട്ട് യാതൊരു ഡിസോർഡറും കൂടാതെ, അതൊരു മെസ്സും കൂടാതെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാവുന്നതാണ്. വാട്ട് ആർ കോൾഡ് ടിഷ്യൂസ്? All the tissues in the body of a multicellular organism have common origin. ടിഷ്യൂസിനെല്ലാം കോമൺ ഒറിജിൻ ആണെന്ന് പറഞ്ഞു. If so, let us see from where does these tissues originate. We know that human body is developed from a single cell that is called a zygote. This is the zygote, the single cell from which the human body develops. Zygote is formed as a result of fusion of male gamete and ഫീമെയിൽ ഗമേറ്റ്. മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഫീസ് ചെയ്തുണ്ടാകുന്ന ഒരു സെല്ലാണ് സൈഗോട്ട്. ദിസ് സെൽ അണ്ടർഗോ റിപ്പീറ്റഡ് ഡിവിഷൻ. ഈ സെല്ല് റിപ്പീറ്റഡ് ഡിവിഷൻ നടന്ന് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഫീറ്റസ്. ദ സെൽസ് ഓഫ് ഫീറ്റസ് ആർ ഡിഫറെൻറ്റ് ഇൻ ദെയർ ഷേപ്പ്, സൈസ്, കണ്ടൻറ്റ് എക്സെട്ര. സൈസും ഷേപ്പും അതിലുള്ള സെൽ കണ്ടൻറ്റും ഒക്കെ ഡിഫറെൻ്റ് ആണ്. These fetal cells gradually attain change in structure and function. ഈ സെൽസ് ക്രമേണ അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ ചേഞ്ച് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൽ ഡിഫറൻസിയേഷൻ. ആ സെൽ ഡിഫറൻസിയേഷൻ്റെ ഫലമായിട്ടാണ് ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് സെൽസ് ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് സെൽസ് എന്ന് നമ്മൾ ആദ്യം കണ്ടതാണ്. നെർവ് സെൽ, ബോൺ സെൽ, ബ്ലഡ് സെൽ ആൻഡ് മസിൽ സെൽ. സോ all the tissues in human body have a common origin and they are originated from a single cell called a zygote. ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് ഫോർമേഷൻ ഓഫ് ഫീറ്റസ്. ഫോർമേഷൻ ഓഫ് ഫീറ്റസ്. ഹൗ ഈസ് ഫീറ്റസ് ഫോംഡ്? ഫീറ്റസ് ഈസ് ഫോംഡ് ഫ്രം zygote. When the zygote undergo continuous division, a group of cells are formed that is called ഫീറ്റസ്. സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടാകുന്ന മൾട്ടിസെല്ലാർ സ്ട്രക്ചറാണ് ഫീറ്റസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിഫറൻഷിയേഷൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ്? ബിക്കോസ് ഓഫ് ദ സെൽ ഡിഫറൻസിയേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആർ ഫോംഡ്. പലതരം സെല്ലുണ്ടായിരിക്കുന്നത് അല്ലെ പലതരം ടിഷ്യൂസ് ഫോം ചെയ്യാനുള്ള കാരണം ഈ സെൽ ഡിഫറൻസിയേഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആർ ഫോംഡ് as a result of cell differentiation. അതാണ് നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് സെൽ ഡിഫറൻസിയേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. സെൽ ഡിഫറൻസിയേഷൻ ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. ഹിയർ യു ക്യാൻ സീ എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്. വാട്ട് ഈസ് റിട്ടൺ ഇൻ ഇറ്റ്? എ ജയൻറ്റ് ലീപ്പ് ഇൻ സ്റ്റെം സെൽ റിസർച്ച്. Science has succeeded in artificially developing tissues from stem cells. A lot of research has gone into this achievement, which would become a milestone in the field of medicine. A giant leap, ഒരു കുതിച്ചു ചാട്ടം ഇൻ സ്റ്റെം സെൽ റിസർച്ച്. സ്റ്റെം സെൽ റിസർച്ചിൽ ഉള്ള ഒരു കുതിച്ചു ചാട്ടം എന്നാണ് ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. So, what is the news item about? Yes, it is about stem cell research. What are stem cells? എന്താണ് ഈ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ ഡൗട്ട് കാണാം നമുക്ക്. വാട്ട് ആർ ദീസ് സ്റ്റെം സെൽസ്? ആർ ദേ സെൽസ് വിത്തിൻ സീഡ്സ്
വിത്തിനകത്തുള്ള സെൽസ് ആണോ ഇതെന്നൊരു കുട്ടിക്ക് ഡൗട്ട് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് എ റീസൺ ഫോർ ദ ഇമ്മൻസ് പോപ്പുലാരിറ്റി ഗെയിൻഡ് ബൈ സ്റ്റെം സെൽസ്? ഈ സ്റ്റെം സെൽ റിസർച്ചിന് ഇത്രയും വലിയ പോപ്പുലാരിറ്റി കിട്ടാനുള്ള കാരണം എന്താണ്? ലെറ്റ് us see. So what are stem cells? What are the peculiarities of stem cells when compared to other cells? Stem cells എന്താണ്? മറ്റ് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവയ്ക്കുള്ള പ്രത്യേകതകൾ എന്താണ്? Stem cells are specialized cells that can transform into any kind of cells. മറ്റ് ഏത് തരം സെല്ലായിട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള സെൽസാണ് ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. They undergo constant differentiation and get transformed into other kind of cells. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അങ്ങനെ അവർ മറ്റ് സെല്ലുകളായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ദി സ്റ്റെം സെൽസ് ക്യാൻ എയ്തർ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ സെൽസ് ത്രൂ സെൽ ഡിവിഷൻ ഓർ എക്സിസ്റ്റ് ആസ് സച്ച്. ഒന്നുകിൽ ഇത് സെൽ ഡിവിഷൻ വഴി പുതിയ സെൽസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ആ സ്റ്റെം സെൽസ് അങ്ങനെ തന്നെ നിലനിൽക്കും. സ്റ്റെം സെൽസ് ക്യാൻ കോമ്പൻസേറ്റ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ് ഇൻ ടിഷ്യൂസ്. ഈ സ്റ്റെം സെൽസിന് ടിഷ്യൂസിലെ സെല്ലിൻ്റെ ഡിസ്ട്രക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ടിഷ്യൂവിൽ നിന്ന് കുറച്ച് സെൽസ് അങ്ങ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടാൽ അവിടെ പുതിയ സെൽസ് ഫോം ചെയ്യാൻ ഈ സ്റ്റെം സെൽസിന് കഴിയും. When the cells in the tissues get destroyed, new cells develop from stem cells. ടിഷ്യൂസിൽ നിന്ന് സെൽസ് ഡിസ്ട്രക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ പുതിയ സെൽസ് ഈ സ്റ്റെം സെൽസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. When cells in tissues get destroyed, new cells develop from stem cells. And why is the stem cell research gaining much importance? And where are these stem cells found? ഇനി ഈ സ്റ്റെം സെൽസ് എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. വേർ ആർ സ്റ്റെം സെൽസ് ഫൗണ്ട്? സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട് എക്സെട്ര. ബോൺ മാരോ, നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്നവരാണ്. ആ ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങൾ ആ ബോൺ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അതിൽ ഒരു ബ്രൗണിഷ് കളർ പാർട്ട് കാണാം. ദാറ്റ് ഈസ് ബോൺ മാരോ. അപ്പോൾ സ്റ്റെം സെൽസ് കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട് മുതലായ ഭാഗങ്ങളിൽ ഈ സ്റ്റെം സെൽസ് കാണപ്പെടുന്നു. ദെൻ വൈ ഈ സ്റ്റെം സെൽ റിസർച്ച് ഗെയിനിങ് മച്ച് ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടാണ് ഈ സ്റ്റെം സെൽ റിസർച്ചിന് ഇത്ര വലിയ പ്രാധാന്യമുള്ളത്? ഡിസൈഡ് സെൽസ് ക്യാൻ ബി ഡെവലപ്ഡ് ഫ്രം സ്റ്റെം സെൽസ് ഇൻ റിസർച്ച് സെൻറ്റേഴ്സ്. റിസർച്ച് സെൻറ്ററുകളിൽ നമുക്ക് ആവശ്യമുള്ള സെൽസ് ഈ സ്റ്റെംസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ആസ് എ റിസൾട്ട്, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് the research of stem cell can bring about miraculous changes in the treatment of blood cancer, diabetes, Parkinson disease, etc. അപ്പം നമുക്ക് ആവശ്യമുള്ള സെല്ലുകൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ സ്റ്റെം സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ചികിത്സാ രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ, അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസ് മുതലായ രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ മിറാക്കുലസ് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ദ റിസർച്ച് ഓഫ് സ്റ്റെം സെൽസ് ക്യാൻ ബ്രിങ് അബൌട്ട് മിറാക്കുലസ് ചേഞ്ചസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസ് എക്സെട്ര ആൻഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. ദറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റെം സെൽ റിസർച്ച്. സ്റ്റെം സെൽസിൻ്റെ പോർഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. What are the peculiarities of stem cells when compared to other cells? How is the destruction of cells in tissue compensated? Why is stem cell research gaining importance? Our next topic എന്ന് പറയുന്നത് animal tissues ആണ്. Here you can see 2 types of animal tissues. One is epithelial tissue and the other is the nervous tissue. Epithelial tissue, nervous tissue. Epithelial tissue, ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ ആൻഡ് കവറിംഗ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ. അതായത് ഇപ്പം അത് സാധാരണ സ്കിന്നിലൊക്കെയാണ് കാണുന്നത്. ലൈൻസ് ദ ഇന്നർ വോൾ ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഇന്നർ വോള് എപ്പിത്തീലിയൽ ടിഷ്യൂവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് പെർഫോംസ് ഫംഗ്ഷൻസ് സച്ച് ആസ് പ്രൊട്ടക്ഷൻ, അബ്സോർഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. ഫംഗ്ഷൻ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ അബ്സോർഷൻ,
ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രേഷൻസ്. അത് നമ്മൾ ഇപ്പൊ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ഇന്നർ ലൈനിങ് എന്ന് പറയുമ്പോൾ ആ ഇന്നർ ലൈനിങ്ങില് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ ആ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ചില സെക്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. These are the features of epithelial tissue. Epithelial tissue covers and protects the body, lines the inner wall of the digestive tract, performs functions such as protection, absorption and production of secretions. Second one is nervous tissue. Nervous cells ആണ് കാണുന്നത്. It controls and coordinate physiological functions. Physiological functionsനെ control ചെയ്യുകയും coordinate ചെയ്യുകയും ചെയ്യുന്നത് nervous tissue ആണ്. It enables to respond identifying the changes inside and outside the body. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും നടക്കുന്ന ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നെർവസ് ടിഷ്യൂ ആണ്. അത് നിങ്ങൾക്ക് അടുത്ത വർഷം സ്റ്റാൻഡേർഡ് 10th ഈ നെർവസ് സിസ്റ്റം തന്നെ പഠിക്കാനുണ്ട്. അപ്പം അതില് ഈ നെർവസ് സെല്ലിന്റെ സ്ട്രക്ചറും ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നെർവസ് ടിഷ്യൂ controls and coordinate physiological functions, enables to respond identifying changes inside and outside the body. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും നടക്കുന്ന ചേഞ്ചസിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ നെർവസ് ടിഷ്യൂ ആണ്. നെക്സ്റ്റ് ഈസ് മസ്കുലാർ ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂ ആണ് അടുത്തത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. കൺട്രാക്ട് ചെയ്യാനും അതുപോലെ ഒറിജിനൽ സ്റ്റേറ്റ് റീഗെയിൻ ചെയ്യാനും കഴിവുണ്ട്. അതായത് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷനുള്ള കഴിവുള്ള സെൽസ് ആണ് മസ്കുലാർ ടിഷ്യൂവിലുള്ളത്. ഇറ്റ് എനേബിൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി. മസിൽസ് ഫോം ചെയ്തിരിക്കുന്നത് മസ്കുലാർ ടിഷ്യൂസ് കൊണ്ടാണ്. നമ്മുടെ ബോഡി മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നത് ഈ മസ്കുലാർ ടിഷ്യൂ ആണ്. ദ ഫോർത്ത് വൺ ഈസ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇറ്റ് കണക്ട് ഡിഫറെന്റ് പാർട്സ് ടുഗദർ. പല ഭാഗങ്ങളെ ജോയിൻ ചെയ്യുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. ഇറ്റ് എയ്തർ കണക്ട്സ് ഡിഫറെന്റ് ടിഷ്യൂസ് ഓർ ആക്ട് ആസ് എ സപ്പോർട്ട് ടു ദം. ഒന്നുകിൽ ഡിഫറെന്റ് ടിഷ്യൂസിനെ കണക്ട് ചെയ്യും അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. എക്സാമ്പിൾസ് ആർ ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ്. ദേ ആർ വേരിയസ് കണക്റ്റീവ് ടിഷ്യൂസ്. അപ്പം ഡിഫറെന്റ് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾസ് ആണ് ബോൺ, കാർട്ടിലേജ്, fibrous tissue, blood, etc. Then bone and cartilage provide support, protection and definite shape to the body. ബോണും കാർട്ടിലേജും നമ്മുടെ ബോഡിക്ക് സപ്പോർട്ട്, അതുപോലെ പ്രൊട്ടക്ഷന്, ഡെഫിനിറ്റ് ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത് ബോൺ ആൻഡ് കാർട്ടിലേജ് ആണ്. ബോൺ ആൻഡ് കാർട്ടിലേജ് ദേ ആർ കണക്റ്റീവ് ടിഷ്യൂസ്, ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ആൻഡ് പ്രൊവൈഡ് ഷേപ്പ്, സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി. ബോണും cartilage connective tissues that help in the movement of body and also provide shape, support and strength to the body. അതായത് നമ്മുടെ ശരീരത്തിന്റെ മൂവ്മെന്റ്, അതേപോലെ ശരീരത്തിന് ഷേപ്പ് കൊടുക്കുന്നത്, സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുന്നത് ബോൺ ആൻഡ് കാർട്ടിലേജ് ആണ്. ഇങ്ങനെ സപ്പോർട്ടും സ്ട്രെങ്തും കൊടുക്കുന്നതോട് ഒപ്പം തന്നെ ദേ ഗീവ് പ്രൊട്ടക്ഷൻ ടു ഇന്റേണൽ ഓർഗൻസ്. ഇന്റേണൽ ഓർഗൻസിന് പ്രൊട്ടക്ഷനും കൊടുക്കും. Then fibrous tissue. Fibrous tissue connect other tissues. Fibrous tissues an example ആണ് tendons. Tendons and ligaments. Tendons are muscles that connect bones and muscles together. ബോണിനെയും മസിൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രോങ് മസിൽ ഫൈബേഴ്സ് ആണ് ടെൻഡോൺസ് എന്ന് പറയുന്നത്. Tendons are strong muscle fibers that connect bones and muscles together. ബോണും മസിലുമായിട്ടുള്ള കണക്ഷനാണ്. എന്നാൽ ലിഗമെന്റ്സ് കണക്ട് ബോൺസ് ടുഗദർ. രണ്ട് ബോണുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ലിഗമെന്റ്സ് ആണ്. അപ്പം ഫൈബ്രസ് ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ് ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ്. ദെൻ ബ്ലഡ്. ബ്ലഡ് ക്യാരീസ് ഔട്ട് the conduction of materials and make the body resistant to disease. Blood, we know that it is a fluid tissue and it is a connective tissue. Blood carries out various functions like transporting respiratory gases and nutrients, providing immunity, etc. നമ്മുടെ ബോഡിയിലെ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് നടത്തുന്നത് ബ്ലഡ് ആണ്. അതേപോലെ ബോഡിക്ക് റെസിസ്റ്റൻസ് പവർ നൽകുന്നതും ബ്ലഡ് ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ആനിമൽ ടിഷ്യൂസ്.
4 animal tissues are there: epithelial tissue, nervous tissue, muscular tissue and connective tissue. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. What are tissues? What are the features of tissues? And the importance of cell differentiation, stem cell research ന്റെ importance, different type of animal tissues. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് പ്ലാന്റ് ടിഷ്യൂസ് ആണ്. അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.